മുതലപ്പുഴയിൽ പ്രശ്നപരിഹാരത്തിനായി തിരുവനന്തപുരം കലക്ടറുമായി മത്സ്യത്തൊഴിലാളികൾ ചർച്ച നടത്തുന്നു. ഹാർബർ വകുപ്പ് ഉദ്യോഗസ്ഥരും ചർച്ചയിലുണ്ട്. ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഡ്രഡ്ജിംഗ് വീണ്ടും തുടങ്ങുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂ. ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, എങ്ങനെ നടക്കുന്നു ചർച്ച? ആരൊക്കെ പങ്കെടുക്കുന്നു? അതന്നെ മുതലപ്പുഴയിലെ പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കളക്ടർ വിളിച്ചു ചേർത്ത ചർച്ച പുരോഗമിക്കുകയാണ്. ഈ ചർച്ചയിൽ മത്സ്യത്തൊഴിലാളികളും ഹാർബർ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ഇതിലെടുത്ത് കാണേണ്ടത് കഴിഞ്ഞ 4 ദിവസത്തിലേറെയായിട്ട് മുതലപ്പുഴയിലെ ഡ്രഡ്ജിങ് ഒരു തരത്തിലും നടക്കാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം പുഴ പഴയതുപോലെ സമാനമായ രീതിയിൽ മൂടിക്കിടക്കുകയാണ്. അപ്പോൾ മണൽ നീക്കം കാര്യക്ഷമമല്ല എന്ന് ആരോപിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനെ ഉപരോധിക്കുകയും പിന്നീട് അത് വലിയ സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥരോട് പറയുന്നത് ഭയമില്ലാതെയും സ്വതന്ത്രമായിട്ടും ജോലി ചെയ്യാനുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കണം. 24 മണിക്കൂറും ഈ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുക പ്രായോഗികമല്ല. അക്കാര്യങ്ങൾ കൂടി മത്സ്യത്തൊഴിലാളികൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ രീതിയിൽ ഭയമില്ലാതെ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഒരുക്കണം എന്നുള്ള കാര്യമാണ് മത്സ്യത്തൊഴിലാളികളോട് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഉദ്യോഗസ്ഥരോട് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അവിടെ കൃത്യമായ രീതിയിൽ ഡ്രഡ്ജിങ് നടക്കുന്നില്ല, പറഞ്ഞ വാക്ക് പാലിക്കാതെ ഇവർ ഉരുണ്ട് കളിക്കുകയാണ് എന്നുള്ള ആരോപണമാണ് മത്സ്യത്തൊഴിലാളികൾക്കുള്ളത്. കാരണം നമുക്കറിയാം, ന്യൂനപക്ഷ കമ്മീഷൻ കഴിഞ്ഞ തവണ സിറ്റിംഗ് വിളിച്ചപ്പോൾ അതിനകത്ത് ഈ പറയുന്ന ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥർ വിഭാഗം പറഞ്ഞത് മെയ് മാസം 15-നകം മുതലപ്പുഴയിൽ അടിഞ്ഞിട്ടുള്ള മണൽ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുമെന്നാണ്. എന്നാൽ ഇപ്പോൾ പറയുന്നത് മെയ് മാസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നാണ്. എന്തായാലും മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം ഈ മാസം അവസാനം കൊണ്ട് തന്നെ മണൽ നീക്കം പൂർണ്ണമായി നീക്കുക എന്നുള്ളതാണ്. ഇനിയൊരു സംഘർഷമുണ്ടായാൽ സ്ഥിതി കൂടുതൽ സങ്കീർണമാവുകയും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ജില്ലാ കളക്ടർ തന്നെ ഇങ്ങനൊരു ചർച്ച വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്.